Assalamualaikum, welcome back to Feast and Fast. ഇന്ന് നമ്മൾ റമദാൻ സ്പെഷ്യൽ വീഡിയോസിലേക്ക് കിഡ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പായി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം. ഇത് എപ്പോഴും പറയാൻ മറക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബനാന, നമ്മൾ നമ്മുടെ നേന്ത്രപ്പഴം 3 നേന്ത്രപ്പഴം വേവിച്ചെടുത്ത് അതൊന്ന് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ, കിസ്മിസ് 2 ടേബിൾ സ്പൂൺ, പഞ്ചസാര 3 ടേബിൾ സ്പൂൺ, തേങ്ങ ചിരകിയത് 1/2 കപ്പ്, ബ്രെഡ് ക്രംസ് ഇവിടെ 4 സ്ലൈസ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്, മുട്ട 3 എണ്ണം. ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് അതൊരു പാൻ എടുത്ത് വെക്കാം. നമ്മൾ അതിലേക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കാഷ്യൂ ആണ്. കാഷ്യൂ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ കാഷ്യൂ ചെറുതായി കളർ മാറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് എടുക്കാം. ഇപ്പോൾ നമ്മൾ കാഷ്യൂം കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കണം. നേരത്തെ ഉണ്ടാക്കി വെച്ചതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് സ്റ്റാർട്ടിങ് മുതലേ നമ്മളതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മളിവിടെ സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പഴം ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അവസാനം ഇട്ട് കൊടുക്കുന്നത് ഏലക്ക പൊടിച്ചതാണ്. ഒരു 2 ഏലക്ക നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ട് ഒരു പിഞ്ച് ഏലക്ക പൊടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സ്ചർ. നമുക്ക് ഇത് ലോലിപോപ്പിനുള്ള ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ ആദ്യം കയ്യിൽ കുറച്ച് എണ്ണ തടവണം. എന്നിട്ട് ഇതുപോലെ അതിൽ നിന്നൊരു ബോൾസ് ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഇവിടെ നമ്മൾ നേരത്തെ 2 മുട്ട എടുത്തു. ഇപ്പോൾ ബാക്കിയുള്ള ഒരു മുട്ട നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം മുട്ടയിൽ മുക്കുക, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക. ഇതുപോലെ നമ്മൾ ഓരോ ബോൾസും ചെയ്തെടുക്കുക. ഇനി നമ്മൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെക്കാം. പാന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഓരോ ബോൾസ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ തന്നെ നമുക്കത് എടുക്കണം. കാരണം ഇതിലൊന്നും കുക്കാവാനൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കണം. നമ്മുടെ ബോൾസ് ഇവിടെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുകയാണ്. നമ്മൾ ഇതൊരു ലോലിപോപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഓരോ ബോൾസിന് മുകളിലും നമ്മൾ സ്റ്റിക്ക് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ബോൾസിന് മുകളിലും നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബനാന ലോലിപോപ്പ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് റമദാൻ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ കഴിക്കുന്നില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.